ഇന്ന് റൂട്ടിലിറങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ട്. ചന്ദ്രു കൂടെ ഉണ്ടെന്ന്. ഇന്ന് മഴയാന്ന് നോക്കിയില്ല, ഞങ്ങളൊപ്പം കയറിയതാണ്. അപ്പം ഞാൻ വൈകുന്നേരം ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. പഞ്ഞൊന്നുമില്ല, നല്ല മഴയുണ്ട്. ഇത് പനമരത്താണുള്ളത്. വയലിലൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. ഫുൾ കൂട്ടത്തിലാണ്. ജാക്കറ്റൊക്കെ ഇട്ട് ചന്ദ്രവും കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നനയാനേ. പനമരം പരിപാടി കഴിഞ്ഞത് ബത്തേരിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല മഴ തന്നെയാണ്. ഇപ്പം മടൂരെത്തി. ഞാൻ ഒരു ഊട്ടി വർക്ക് മേടിക്കാൻ വന്നു. അത് കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആകുമ്പോൾ ഇവർ വീട്ടിലുണ്ടാക്കുന്ന ബേക്കറി നല്ലത് കിട്ടും. ഇവിടെ ഒന്ന് എടുത്തിട്ട് വാങ്ങി വെച്ചു. ഇതാണ് ഐറ്റം. ഈ ഒരു ഐറ്റം കൂടി കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ ഐറ്റംസ് ഇപ്പം കഴിക്കാൻ വേണ്ടി ഒരു ക്യാരറ്റ് കേക്ക് മേടിച്ചു. എനിക്ക് മാത്രമല്ല ചന്ദ്രനുണ്ട്. എങ്ങനെയാ കഴിക്കാൻ വേണ്ടി ഉണ്ണിമേസി പോയതാ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നല്ല തിരക്ക്. അപ്പോൾ എന്നാൽ പിന്നെ പൂഴിക്കൊത്ത് ബിരിയാണി അടിക്കാമെന്ന് വിചാരിച്ചു വന്ന്. ചന്ദ്രനുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷെ നല്ല ഫുഡാണ്. നമുക്ക് കയറി ഒന്ന് കഴിച്ചോക്കാം. ഞാനൊരു ബീഫ് ദം ബിരിയാണിയും പറഞ്ഞു. ചന്ദ്ര ഒരു ചിക്കൻ്റെ ഫ്രൈഡ് ബിരിയാണിയും പറഞ്ഞു. ഇവിടെ റൈസ് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അവിടുത്തെ സ്പെഷ്യലായിട്ടോ ലെമൺ ടീ, അത് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിൽ നമുക്ക് ഓടിക്കാം. ബത്തേരി നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഒരു ചെറിയൊരു നിലവിളക്ക് മേടിക്കണം. പാറമ്മൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ കിണ്ടി, പിന്നെ വിളക്ക്, അതിൻ്റെ തട്ട്, ചന്ദനത്തിരിൻ്റെ ഒരെണ്ണം, കർപ്പൂരത്തിൻ്റെ ഒരു ചെറിയൊരു തട്ട്. ആ ഫുൾ സെറ്റ് 2250 രൂപയായിട്ടുണ്ട്. ചന്ദ്ര കറി വെക്കാനുള്ളത് മേടിക്കാൻ മറന്നുപോയി. പെണ്ണിൻ്റെ ഇത് തെറിയായിരിക്കും. എടുത്ത് വേണ്ട. ഇവിടെ മൂന്നാനക്കുഴി എത്തിയപ്പോൾ പച്ചക്കറി മേടിക്കുന്നു. ക്യാബേജ്. നമ്മൾ കൊറിയർ അയക്കുമ്പോൾ ഡാമേജ് ഒന്നും പറ്റാതിരിക്കാനുള്ള ബബിൾ റാപ്പ് ആകും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് റോളായിരിക്കും. റോളല്ല. പൊട്ടിച്ച് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അത് വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. പാക്കിംഗ് പരിപാടിയാണ് പോകാനുള്ളത്. 6:30 ആകുമ്പോൾ പോവും. എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മേൻ്റെ പാക്കിങ് എന്താ വെച്ചാൽ വെളിച്ചെണ്ണയുണ്ട്, അച്ചാറുണ്ട്, ചക്കയുണ്ട്. ചക്ക കുഞ്ഞിൻ്റെ പണിയാണ്. അവൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിയേക്കണം. ഞാനല്ലാതെ കുറച്ച് ഐറ്റംസ് ഞാനും എൻ്റെ വകി എടുത്തിട്ടുണ്ട്. നോക്കാം. ബത്തേരിക്ക് പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി. ബത്തേരി ശനിയാഴ്ച വരുമ്പോ തിരക്ക് ഏത്താ മോനെ. കൽപ്പറ്റയോ കൂടുതലായിട്ട് തിരക്കൊരു ഫീൽ ചെയ്യുന്നത് വീരങ്ങാടി. KSRTC ഡീലക്സ് നേരെ ബാംഗ്ലൂരിലേക്കാണ്. സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. പാർസൽ കംപ്ലീറ്റ് ബാക്കിലെല്ലാം മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. കുണ്ടൽപേട്ട എത്തിണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഏതൊക്കെ ഫുഡൊന്നും നല്ല വലിയ ഐഡിയ ഇല്ല. ഓർഡർ ചെയ്തിട്ടുണ്ട്. വരട്ടെ. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്യുന്നത്. ഇവിടെ ആപ്പാടൊക്കെ ടേസ്റ്റുള്ള ഫുഡ് തന്നെ ഉള്ളൂ. വലിയ കാര്യത്തിൽ ബാംഗ്ലൂർ വന്നിട്ട് പെങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചാ. അതിനെ റൂമൊക്കെ കണ്ടുപിടിച്ച് നേരെ അവിടെ ചെന്ന് വാതിൽ തുറന്ന് കൊച്ചിനൊക്കെ വിളിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ഒരുത്തിണ്ട് നേരെ കുറ്റിയും പറിച്ച് നേരെ വന്നേക്കുന്നത്. ഞാനും ഉണ്ട് വരുന്നുണ്ട്, ഞാൻ ബസ് സ്റ്റാൻഡിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അവരെ പോയി കാണണ്ടേ. ഇപ്പം സാറ്റലൈറ്റിലുള്ള ഇവരിപ്പോൾ ഉള്ളത് സാറ്റലൈറ്റിൻ്റെ എക്സിറ്റിലാണ്. അപ്പോൾ ഞാനിവിടെ എത്തിന്. ഞാനിവിടെ ബസ് പാസ്സായപ്പോൾ ഞാൻ കറക്റ്റ് അവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് പട്ടീൻ്റെ അയ്യര് കളിയാ. ഇതവിടെ ഒരു ലോട്ട് പട്ടികളുണ്ട് ഇവിടെ. ഏത് കടിക്കുക എപ്പോൾ കടിക്കുന്ന ഒരു കുടുത്തമില്ല. അങ്ങനെ നിൽക്കണ കുറേ നിങ്ങൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോട്ടെ. റാപ്പിഡോൻ്റെ അടിയായിരിക്കും അല്ലേ ഇവിടെ. അതെ എന്താണത്?
ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ എയർപോർട്ടിൽ പോയിരുന്നു. ഒരു താങ്ക് യു. ഒരു മറ്റേ ഇത് കട്ട് ചെയ്തിട്ട് ഒരു ടോള് നീ കണ്ടില്ലേ? അപ്പൊ ഞാൻ വരുന്നത് കൊച്ചിനെ കണ്ടല്ലോ. ഞാൻ വന്ന കൊച്ചിനെ ഞാൻ വന്നപ്പോ കൊച്ചിനെ കണ്ടല്ലോ. അത് കണ്ടില്ല? കഴിക്കായിരുന്നു അല്ലേ? ആദ്യം എന്തെടുക്കുമായിരുന്നു അപ്പൊ? അത് കഴിക്കായിരുന്നു ആദ്യം എന്നതാ കഴിക്കുന്നേ? നഴ്സറി പോലെ കൊണ്ടുനടക്കൂലേ? ഇതിലെ കൊണ്ട് നടക്കുന്നുണ്ടോ? ആ. അപ്പൊ അതിനകത്ത് തുളസിന്റെ വെറും കവറില്ല, പ്ലാസ്റ്റിക് കവറില്ല, ബ്ലാക്ക്. അപ്പൊ അതിന് അമ്മമാര് 50 റേറ്റ് ഉണ്ട്. 50? തുളസിന്റെ കുഞ്ഞു ചെടിക്ക്. അത് വെക്കാൻ സ്ഥലമുണ്ടോ അതിനോട്? നമുക്ക് വെക്കാൻ കുറച്ച് സ്പേസ് ഉണ്ട്. നാട്ടിൽ വരുമ്പോ വണ്ടി കൂടെ കൊണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ. അത് ചെറിയ പ്രൈസ് പോലെ ഉണ്ട്. അപ്പൊ അതിനെ കൊണ്ടുവെക്കാം. പാർക്കിംഗ് ഒരു വിഷയമാണ്. വണ്ടി പാർക്ക് ചെയ്യുന്നത് ഓണറുടെ വീടിൻ്റെ ചേർത്താണ്. ആ റൂമിലെത്തി. ഇത് വിളക്ക് സെറ്റ് ചെയ്ത് പൂജാ റൂമിലെ പൂജേൻ്റെ സെറ്റപ്പ്. ഓക്കെ.